നമസ്കാരം. ഇന്ത്യൻ സമയം ഇന്നലെ ഏകദേശം അർദ്ധരാത്രിയോടെ അമേരിക്ക ഇറാനെതിരായിട്ടുള്ള ഇക്കണോമിക് ഡേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനമനുസരിച്ച് ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി സഹകരിക്കുന്നവർ, അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ മറ്റേത് തരത്തിലാണെങ്കിലും ശരി, സാമ്പത്തികമായി സഹായിക്കുന്നവർക്കെതിരെ അമേരിക്കൻ ഉപരോധമുണ്ടാവും എന്നാണ് പ്രസ്താവന വന്നിട്ടുള്ളത്. കൃത്യമായ രാജ്യങ്ങളുടെ ഒന്നും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ കാര്യത്തിൽ ഉൾപ്പെടുക അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഇപ്പോൾ ട്രേഡിലുള്ളത് എന്ന നിലയ്ക്കുള്ള ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 60 കമ്പനികൾക്കും വ്യക്തികൾക്കുമെതിരെ, വ്യക്തികളും കമ്പനികളുമായിട്ട് 60 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊന്നും ഏതെങ്കിലും ഒരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള 60 വ്യക്തികളും സ്ഥാപനങ്ങളുമാണ്. അത് ഇറാനുമായി ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഈ സ്ഥാപനങ്ങളോട് ഇന്ന് മുതൽ ഈ പരിപാടി നിർത്തിക്കോളൂ, ഇല്ലെങ്കിൽ അവർ US-ൻ്റെ എക്കണോമിക് പട്ടികയിൽ ഉണ്ടാവുകയില്ല, US-ഉമായി യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ചെയ്യുവാൻ അവരെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അവരോടുള്ള പ്രസ്താവന. മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഓരോരോ രാജ്യങ്ങളിലെയും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ ടെലഫോണിൽ ബന്ധപ്പെട്ട് നേരിട്ട് ഈ റിക്വസ്റ്റ് നടത്തും. ഇറാനെ മുട്ടുകുത്തിക്കുവാൻ വേണ്ടി, അവസാനമായി പാക്റ്റിൽ ഏർപ്പെടുത്തിക്കുവാൻ വേണ്ടി, ഇറാനെ ന്യൂക്ലിയർ വൈസ് നിരായുധീകരിക്കുവാൻ വേണ്ടി സഹകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഇറാനുമായി ബിസിനസ് ചെയ്യുന്ന രാജ്യ തലവന്മാർക്കെല്ലാം ട്രംപ് പേഴ്സണലായി നൽകും എന്നാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇനി ഇറാൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് ഇറാൻ പറഞ്ഞതെങ്കിലും ഇന്നലെ ഇറാൻ സുപ്രീം നാഷണൽ കൗൺസിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് റസായി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് GCC രാജ്യങ്ങളോടാണ്. അമേരിക്കയുടെ എക്കണോമിക് ബ്ലോക്കേഡ് അടക്കമുള്ള ഏതെങ്കിലും പരിപാടിയുമായി സഹകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്ത് ഭൂമി കുലുക്കം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഭൂമി കുലുക്കത്തിന് തുല്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വയ്ക്കും എന്നാണ് പറഞ്ഞത്. ബോംബിടുമെന്നോ ആക്രമിക്കുമെന്നോ അത്തരം വാക്കുപയോഗിച്ചിട്ടുള്ള ഭൂമി കുലുക്കത്തിന് തുല്യമായ കാര്യങ്ങൾ സംഭവിക്കും GCC രാജ്യങ്ങളിൽ എന്നാണ് പറഞ്ഞത്. അമേരിക്ക GCC രാജ്യങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. GCC രാജ്യങ്ങളാണ് ഈ എക്കണോമിക് ബ്ലോക്കേഡ് ഏർപ്പെടുത്തേണ്ടത് എന്ന നിലയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. മാത്രമല്ല GCC രാജ്യങ്ങളിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒഴികെ വേറെ ഒരു രാജ്യത്തിനും ഇറാനുമായിട്ട് ഈ പറഞ്ഞ തരത്തിലുള്ള ബിസിനസ് ഒട്ടില്ലതാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ ബിസിനസ് പാർട്ട്ണർ നമ്മൾ ബൾക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ബില്യൺ ബിസിനസ് ചെയ്യുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള എക്കണോമിക് ആൻഡ് ട്രേഡ് ബന്ധങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ കാരണം ഇറാൻ അവരുടെ നേരെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതാണ്. അതിൻ്റെ പേരിൽ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ട്രേഡും ഞങ്ങൾക്കില്ല, ട്രേഡ് ആൻഡ് എക്കണോമിക് റിലേഷൻ ഇല്ല എന്ന് ഇറാനോട് പറഞ്ഞിരുന്നു. അത് തന്നെ ഇറാനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച സംഗതിയാണ്. ഓർക്കേണ്ട ഒരു കാര്യം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇസ്രായേലും ക്ലോസ് ഡിഫൻസ് അലൈസാണ്. അപ്പോൾ ആ പ്രസ്താവനയുടെ പിന്നിൽ ഇസ്രായേലാണ് എന്നൊരു ആരോപണം ഇറാൻ അന്നേരം തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ശരി, ഇറാനുമായി ഏറ്റവും കൂടുതൽ ബിസിനസ് പാർട്ട്ണർഷിപ്പുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഓൾറെഡി ഇതിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ ഉയർത്താത്ത ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഇന്നലെ ഈ എക്കണോമിക് ഡേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സമയത്ത് GCC രാജ്യങ്ങളുടെ നേരെ ഇറാൻ മുഴക്കിയത്. അപ്പം GCC രാജ്യങ്ങളോടാണ് എന്ത് കാട്ടിയാലും ശരി നിങ്ങളെ ഞങ്ങൾ തല്ലും എന്നുള്ളൊരു ഭീഷണിയാണ് GCC രാജ്യങ്ങളുടെ നേരെ ഇറാൻ മുഴക്കുക. നമുക്കറിയാവുന്ന പോലെ GCC രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക വളരെ ശക്തമായ ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെ നോക്കി കരയുന്നതാണിത്. നിങ്ങൾ പോയിട്ട് പ്ലീസ് അമേരിക്കയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് ഞങ്ങളെ ഇതിൽ നിന്നൊരു ഊരിത്തരൂ എന്നുള്ള ഒരു നിലവിളിയാണത്. അവർക്ക് നിലവിളിയുടെ ഭാഷ അറിയാത്തതുകൊണ്ട് അവർ ഉഗ്രശാപത്തിൻ്റെ അല്ലെങ്കിൽ ഉഗ്രശാസനത്തിൻ്റെ ഭാഷയിൽ പറയുന്നു. അതിൻ്റെ പിറകിലുള്ളത് ഈ ഒരു നിലവിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനിടയിലൂടെ ഇന്നലെയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ ടെറിട്ടറിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞൊരു മാപ്പൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഭാഗമാണെന്ന് മാത്രമല്ല, ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇതിലേക്ക് കടന്നു പോകുന്ന കപ്പലുകളൊക്കെ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ആ കപ്പലുകളെ ഇനി ഒരിക്കലും ഞങ്ങൾ ഈ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏകദേശം 60 കപ്പലുകളുടെ ഒരു ലിസ്റ്റും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമുസ് ഇപ്പോൾ ഏകദേശം അമേരിക്കൻ നിയന്ത്രണത്തിലാണ്. അമേരിക്കൻ നേവിയുടെ പട്രോളോടുകൂടി ഹോർമുസിലൂടെ ഓയിൽ ട്രാൻസ്പോർട്ട് കാര്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയ പോലുള്ള ഒരു ട്രാൻസ്പോർട്ട് അല്ല നടക്കുന്നത്. GCC രാജ്യങ്ങൾ അവരുടെ ഓയിൽ ഹോർമുസ് കടത്തി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഗൾഫ് ഓഫ് ഒമാനിൽ വന്ന് അത് മറ്റ് ആവശ്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നത് ഗൾഫ് ഓഫ് ഒമാനിലാണ്. കാരണം ഹോർമുസിൻ്റെ ഭാഗമൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെയൊക്കെ അമേരിക്കൻ നേവിയുടെ സഹായത്തോടെ ഈ GCC രാജ്യങ്ങളുടെ കപ്പലുകൾ, വലിയ ഓയിൽ ടാങ്കേഴ്സ്, സാധാരണ ഉപയോഗിക്കുന്നതിനൊക്കെ എത്രയോ വലിപ്പം കൂടിയത്, കാരണം ചെറിയ ദൂരം സഞ്ചരിച്ചാൽ മതി, അപ്പം അത് ഉപയോഗിച്ചിട്ട് ഈ ഹോർമുസിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ നടക്കൂല.
പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഹോർമുസിന് പുറത്ത് ഈ ഓയിൽ വാങ്ങി പോകുന്ന ഷിപ്പുകളെ കടലിൽ വെച്ച് ആക്രമിക്കുക, അല്ലെങ്കിൽ ദ സീ അറ്റ് ലാർജ്. പുറത്തേക്കുള്ള കടലിൽ ആർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഇറാഖും ഖത്തറും പറഞ്ഞത് ഓയിൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുതരാം, ധൈര്യമുള്ളവർ ഒന്ന് വാങ്ങിപ്പോക്കൂ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സീയിൽ നിങ്ങളുടെ കപ്പലുകൾക്കുള്ള പ്രൊട്ടക്ഷൻ അതാത് രാജ്യങ്ങൾ തന്നെ ഒരുക്കേണ്ടി വരും എന്ന സൂചനയാണ് അതിനകത്തുള്ളത്. എന്തായാലും ഓയിൽ അവൈലബിൾ ആണ് എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിന് ഇറാൻ ഇപ്പോൾ പറഞ്ഞത് ഈ എക്കണോമിക് ബ്ലോക്കേഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു തുള്ളി ഓയിൽ ഹോർമുസിലൂടെ പുറത്തേക്ക് വരില്ല, മറ്റ് കടലുകളിലും റെഡ് സീ ആണ് ഉദ്ദേശിച്ചത്, ഹൂത്തികളെ ഉപയോഗിച്ച് അതും ഞങ്ങൾ തടയും, ഒരു തുള്ളി ഓയിൽ പോലും ഹോർമുസ് വഴിയോ മറ്റ് കടലുകൾ വഴിയോ ഉദ്ദേശിച്ച റെഡ് സീ ആണ്, അതിലൂടെ പുറത്തു വരില്ല എന്നൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഈ പ്രസ്താവന ശൗര്യം അല്ലായിരുന്നെങ്കിൽ പണ്ട് ഇത് തീർന്നു പോയനെ. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ആരും ഇത്തരം പ്രസ്താവനകൾക്ക് വലിയൊരു വിലയൊന്നും കൊടുക്കുന്നില്ല. അവരുടെ പ്രസ്താവനകൾ അതുവഴി നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഇറാനുമായിട്ട് ഏറ്റവും അധികം ബിസിനസ് ഉള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, നമ്മളത് പറഞ്ഞു, അത് ഓൾറെഡി സസ്പെൻഡ് ആണ്. പിന്നെ ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്നത് ചൈനയാണ്. ഏകദേശം 22.4 ബില്യൻ്റെ ഇമ്പോർട്ട് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിൽ നിന്ന്. അതുകൂടാതെ ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഏതാണ്ട് 15.6 ബില്യൺ ഡോളറിൻ്റെ സാധനങ്ങൾ ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇറാനിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയാണ് ബിഗ്ഗസ്റ്റ് പാർട്ട്ണർ. ഈ വിഷയത്തെ സംബന്ധിച്ച് ചൈനയുടെ ഇനീഷ്യൽ റെസ്പോൺസ് ഇത്തരത്തിലുള്ള എക്കണോമിക് ബ്ലോക്കേഡുകൾ കൊണ്ടല്ല ഇറാനെ പ്രതിരോധിക്കേണ്ടത്, ചർച്ചകളിലൂടെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നൊരു പ്രസ്താവനയാണ് ചൈനയിൽ നിന്ന് വന്നത്. ചൈന ഏത് തരത്തിലാണ് ഈ പ്രസ്താവനയോട്, അമേരിക്കൻ പ്രസ്താവനയോട് സഹകരിക്കുക എന്നുള്ള ഒരു ചോദ്യം വലുതായി നിൽക്കുന്നുണ്ട്. ചൈനയുടെ മേലെ എത്രയൊക്കെ എക്കണോമിക് ബ്ലോക്കേഡ് അല്ലെങ്കിൽ സാങ്ഷൻസ് അമേരിക്ക സാധ്യമാണെന്നുള്ള പ്രശ്നവുമുണ്ട്. കാരണം ചൈനീസ് പ്രസിഡന്റ് അധികം താമസിയാതെ അമേരിക്ക സന്ദർശിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നല്ല നിലയിൽ നിലനിർത്തേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ആ വിസിറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അതിനിടയിലൂടെ ഒരു വലിയ എക്കണോമിക് ബ്ലോക്കേഡ് കൊണ്ടുവന്ന് ചൈനയുമായി ഒരു വഴക്കിന് അമേരിക്ക നിൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ റിക്വസ്റ്റ് ചൈനയ്ക്ക് ഫോർമലായിട്ട് കിട്ടും. അപ്പോൾ ചൈനയുടെ റെസ്പോൺസ് എന്താണ്, ഒരു ഫ്രണ്ട്ലി രീതിയിൽ ഈ കാര്യം പോകുമോ എന്നുള്ളതാണ് വിഷയം. ഇനി തുർക്കിയാണ് വേറൊരു നല്ല ട്രേഡ് പാർട്ണർ. ഏകദേശം 5 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് തുർക്കിയുമായിട്ട്. തുർക്കി ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നു ആണ് പ്രധാനമായിട്ടും ഈ തുർക്കി അവിടെ നിന്ന് ചെയ്യുന്നത്. ഒരു 5 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ്. പിന്നീടുള്ളത് ഇറാഖാണ്. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇറാനും ഇറാഖും. ഇലക്ട്രിസിറ്റിക്കും ഗ്യാസിനും വേണ്ടിയാണ് ഇറാനെ ആശ്രയിക്കുന്നത്. ഇവ വാങ്ങുന്നതിന് പൈസ ഇറാന് കിട്ടുന്നുണ്ട്. പിന്നീടുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനും ഇറാനുമായിട്ട് വലിയ ബിസിനസ് ഉണ്ട്. ഏകദേശം 10 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് പാകിസ്ഥാന് ഇറാനുമായിട്ടുള്ളത്. ഇന്ത്യക്ക് വലിയ തോതിൽ ഇറാനുമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മളത് ബിസിനസ് കട്ട് ഡൗൺ ചെയ്ത് ഇപ്പോൾ ഏകദേശം 1.6 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇന്ത്യക്ക് ഇറാനുമായിട്ടുള്ളത്. പ്രധാനമായിട്ടും അത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയാണ്. ഇറാനിൽ നിന്ന് കാര്യമായിട്ട് നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല, ഓയിലോ ഗ്യാസോ ഒന്നും വാങ്ങിക്കുന്നില്ല. അങ്ങോട്ടുള്ള എക്സ്പോർട്ടുകളാണ്, പ്രധാനമായിട്ടും മെഡിസിൻസാണ്. ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടുകളുടെ ബഹുഭൂരിഭാഗവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ അക്കൗണ്ടിൽ വരികയില്ല. ഇപ്പം പ്രത്യേകിച്ച് മെഡിസിൻ പോലുള്ള സംഗതികളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾ ദുബായിൽ ചെന്നിട്ട് പിന്നെ റീ എക്സ്പോർട്ടിങ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് അത് ദുബായിലേക്കുള്ള എക്സ്പോർട്ടായിട്ടാണ് ഇവിടെ നിന്ന് അത് കൗണ്ട് ചെയ്യപ്പെടുക. നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ ഏറ്റവും അധികം ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ പോലും അവരുടെ മിക്കവാറും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്. നമുക്കറിയാം, നമുക്കും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് യാതൊരു ട്രേഡ് റിലേഷനും ഇല്ല. പക്ഷേ ഈ സംഗതി പോകുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വഴിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അവർ നമ്മളോട് സാധനം വാങ്ങിക്കുന്നു, അവരവിടെ നിന്ന് റീ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ്. അതുകൊണ്ട് ഈ 1.6 ബില്യൺ ഡോളർ എന്നുള്ളത് അത് വളരെ ചെറിയ ഒരു ബിസിനസ്സായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ബിസിനസ് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വലിയൊരു ബിസിനസ്സും അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഇനി നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ആസിം മുനീർ ഇപ്പോൾ അവിടുത്തെ ഇറാനിയൻ നേതാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഈ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചീഫായിട്ടുള്ള മൊഹ്സിൻ റസായിയെ കണ്ടിട്ടുണ്ട്. പാർലമെൻ്ററി സ്പീക്കറായിട്ടുള്ള ഗാലിബാഫിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ പെഷേസ്കിയാനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രസ്താവനകൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് വളരെ വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രസ്സാണ്, നല്ല റിസൾട്ടാണെന്ന് അവർ പറയുന്നു. ഈ ഇറാൻ്റെ ഭാഗത്തുള്ള പ്രസ്താവനകൾ അമേരിക്ക മര്യാദയ്ക്ക് നിൽക്കണം, ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടും എന്ന നിലയ്ക്കുള്ള പ്രസ്താവനകൾ അവരും നടത്തുന്നു.
അപ്പോൾ അവർ സംസാരിക്കുന്ന അവരുടെ രാജ്യത്തെ ഓഡിയൻസിനോടാണ് എന്ന് ഞാൻ നേരത്തെ മുതൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അമേരിക്ക മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ പാകിസ്ഥാൻ നിങ്ങൾ വന്നിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കനെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും കാര്യം സംസാരിക്കാനോ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നടപ്പിലാക്കാനോ ഒക്കെ സഹകരിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മുനീർ അവിടേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തോട് ട്രംപ് സംസാരിച്ചിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ ഒരു എമിസറി എന്ന നിലയിൽ തന്നെയാണ് മുനീർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. കൂടാതെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇപ്പോഴവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് വേണ്ടി പ്രധാനമായി നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഒമാനും പാകിസ്ഥാനും തന്നെയാണ്. അപ്പോൾ അത് അമേരിക്കൻ നെഗോസിയേഷൻ തന്നെയാണ്. അതിനിടയിലുള്ള ഏറ്റവും രസകരമായ കാര്യം ഈ സംഗതികളൊക്കെ നടക്കുമ്പോഴും ഇന്നലെ രാത്രി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ ഇന്നലെ IRGCയുടെ 5 നേതാക്കന്മാരുടെ തലയ്ക്ക് $10 ബില്യൺ വീതം $10 മില്യൺ വീതം വിലയിട്ട് ഇവരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ഇറാനിൽ നിന്നുള്ള ആളുകളാണ് ഇവരെ ചൂണ്ടിക്കാണിച്ചു തരുന്നതെങ്കിൽ, ഇന്ന സ്ഥലത്തുണ്ട് കൃത്യമായ വിവരം തരുന്നതെങ്കിൽ അവർക്ക് പൈസ കിട്ടുമെന്ന് മാത്രമല്ല, അവരെ ആ രാജ്യത്ത് നിന്ന് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും, അവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ വേറെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പേര് വിളിക്കപ്പെട്ട ആളുകൾ അഹമ്മദ് വഹീദി, കമാൻഡർ ഓഫ് IRGC, അലി അബ്ദുല്ലാഹി, ചീഫ് ഓഫ് ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ്, സയ്യിദ് അഖാജാനി, കമാൻഡർ ഓഫ് ദ IRGC എയ്റോസ്പേസ് ഫോഴ്സ് ഡ്രോൺ യൂണിറ്റ്, ദെൻ ഹമീദ് റിയ ഗാരിയാൻ, ചീഫ് ഓഫ് ദി IRGC സൈബർ ഇലക്ട്രോണിക് കമാൻഡ്, ആൻഡ് മജീദ് ഖദമി, കമാൻഡർ ഓഫ് ദി IRGC ഇന്റലിജൻസ് ഓഫീസ്. ഇത്രയും ആളുകളുടെ തലയ്ക്കാണ് ഈ വിലയിട്ടിട്ടുള്ളത്. ഇതിനകത്ത് രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ഇറാൻ വയർ എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ന്യൂസ് പേപ്പർ നടത്തിയ ഒരു സർവേയുടെ കാര്യം പറഞ്ഞിരുന്നു. ഇറാനിലെ 85% ആളുകളും ആദ്യം കിട്ടുന്ന ബസ്സിന് കയറി ഇറാനിൽ നിന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ $10 ലക്ഷം കിട്ടും, പുറത്തേക്ക് പോകാനുള്ള വണ്ടിയും കിട്ടും എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഒരുപാട് പേരെ ഇതിന് നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ഭാര്യമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും ഇവർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഒറ്റ കൊടുത്താൽ കാശ് കിട്ടുന്നത് മാത്രമല്ല, അവിടുന്ന് പുറത്തു പോയിട്ട് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജീവിക്കാനുള്ള സൗകര്യവും ഒരുങ്ങിയും കിട്ടും എന്നുള്ള വലിയൊരു സൗകര്യമുണ്ട്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഈ മൊജ്തബയുടെ പേര് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മൊജ്തബ ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇന്നലെയും IRGC ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് മൊജ്തബ ഖമനേയി യാതൊരു പരിക്കുമില്ലാത്ത 2 കൈയും ഒക്കെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന, കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്, വേറെ യാതൊരു തകരാറില്ലാത്തൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ആ വീഡിയോയ്ക്ക് ഡേറ്റ് ഇല്ല, അത് എവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. മതവിദ്യാർത്ഥികളുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതായിട്ടാണ് ഒരു മതവിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് പ്രോജക്റ്റ് പോലെയുള്ളൊരു സാധനം അവതരിപ്പിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ ഖമനേയി അദ്ദേഹത്തിന് ഒരു കൈ അനങ്ങുമായിരുന്നില്ല. കാരണം അദ്ദേഹം 1980കളിൽ നടന്നൊരു സ്ഫോടനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൈ അനക്കാതിരിക്കും. ഇത് ഇവിടെ ശരീരത്തിന് 90% പോയി എന്ന് പറഞ്ഞ് എല്ലാവരും തന്നെ അറിയുന്ന കാര്യം, ഇറാൻ തന്നെ സംബന്ധിച്ച കാര്യമുള്ളൊരു മനുഷ്യൻ തിരിച്ചെഴുന്നേറ്റ് വരുമ്പോൾ അയാളുടെ കൈയും കാലും ഒന്നിനും ഒരു പരിക്കുമില്ല, മുഖമൊക്കെ നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒട്ടും വിശ്വസനീയമായ ഒരു വീഡിയോ അല്ല അത്. എന്തായാലും ആ വീഡിയോ പുറത്തു വിട്ടപ്പോഴും ഈ 5 പേരുടെ ലിസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ 6ാമതായിട്ട് അല്ലെങ്കിൽ 1ാമതായിട്ട് മൊജ്തബ ഖമനേയിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം IRGC തലപ്പത്തിരിക്കുന്ന ആളും മൊജ്തബ ഖമനേയി തന്നെയാണല്ലോ. അവർക്കറിയാം മൊജ്തബ ഖമനേയി ഒന്നുകിൽ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം മരിച്ചതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് മൊജ്തബയുടെ പേര് അതിനകത്ത് ഇല്ലാത്തതെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.